ദൈവത്തിൻ്റെ മഹാകൃപയാലും കരുണയാലും മനോഹരമായൊരു ശുഭദിനം കൂടെ ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശുഭകരമായി പ്രവർത്തിക്കുവാൻ നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നമ്മുടെ ജീവിതങ്ങൾ ശുഭകരമായി തീരുന്നത്, ശുഭദിനമൊക്കെ നമ്മൾ ആശംസിക്കുമ്പോൾ ശുഭമായി തീരുവാൻ, നമ്മൾ ശുഭകരമായി പ്രവർത്തിക്കുവാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം, അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരു ദൈവം, നമ്മളെ അതിലേക്ക് നയിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ സർവ്വശക്തി. ആ ദൈവ സാന്നിധ്യമാണ് എല്ലാം മനോഹരമാക്കി തീർക്കുന്നത്. കയ്പിനെ മധുരമാക്കും, ദുഃഖത്തെ ആനന്ദമാക്കും, വിലാപത്തെ അഴിച്ച് രട്ടഴിച്ച് നൃത്തത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റും. എല്ലാം കൺവേർഷന്, ദൈവ സാന്നിധ്യം എല്ലാം ഒരു മാറ്റത്തിന് കാരണമായി തീരുകയാണ്. അത് സ്വന്തം ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും സാധിക്കുന്നതല്ല. അങ്ങനെ പരിശ്രമിച്ച് അനേകർ പരാജയപ്പെടുകയാണ്. ദ പ്രസൻസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവാശ്രയം, ദൈവത്തിലുള്ള ആശ്രയം, അതാണ് നമ്മളെ ദൈവ സാന്നിധ്യം. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തും. അത്ഭുതകരമായി നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യും. അപ്രകാരം ദൈവം നമ്മളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോ ധ്യാനങ്ങളും നമ്മുടെ ഈ തിരുവചന ചിന്തയും എല്ലാം അതിന് നമ്മളെ പ്രാപ്തരാക്കി തീർക്കുവാനുള്ളതാണ്. ദൈവവചനം ശക്തിയുള്ളതാണ്. ഇത് വചനം, ദൈവത്തിൻ്റെ വചനം ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണെന്ന് പറയുന്നത്. വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്ന് പറയും. അങ്ങനെ വചനത്തിന് ഒത്തിരി ഉപമകൾ അവിടെ പാരബിൾസ് എന്നുണ്ട്. വചനം തീയാണെന്ന് പറയും. അത് രൂപാന്തരപ്പെടുത്തുന്നതാണത് വചനം നമ്മുടെ ജീവിതങ്ങളെ. വചനത്തിന് ശക്തിയുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ വചനം ശക്തമാണ്, ജീവനും ചൈതന്യമുള്ളതാണെന്ന് പറയാം അല്ലേ? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്. അതിനകത്ത് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ അത് മറ്റുള്ള ഏതെങ്കിലും ഫിലോസഫിക്കൽ എന്തെങ്കിലും താത്വികമായ വശങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല ദൈവവചനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വിസ്മൃതനായ വ്യക്തിയുടെ ഒരു കൊട്ടേഷൻ പോലെ, മഹത് വചനങ്ങൾ പോലെയൊന്നുമല്ല ദൈവവചനം എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രാ ഓർഡിനറി പവർ ആൻഡ് ലൈഫ്, ഇതെല്ലാം ആ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ തന്നെ ആത്മാവും ജീവനുമാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ജീവിപ്പിക്കുന്നതാണ്, അത് ആത്മാവാണ്. അപ്പോൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പകരുവാൻ നമ്മൾ ദൈവവചനം ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും അത് ഹൃദ്യസ്ഥമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ദൈവിക ജീവൻ നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. മറ്റൊരിടത്ത് കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നതിനാൽ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നു. ദൈവത്തിന് വചനം എന്ന് പറയുന്ന, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയ, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവവചനം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ ദൈവം തന്നെയാണത്. ദൈവം, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കും, അതിനാൽ ഞാൻ നിങ്ങളിൽ വസിക്കും നിങ്ങൾ അറിയുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു ഡിസ്ട്രസ്, ഒരു സാഹചര്യത്തിലാണ്. ദ ഡേ ഓഫ് മൈ ഡിസ്ട്രസ് എന്ന് പറയും. അതായത് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തൻ്റെ അത് മനുഷ്യരോടല്ല സങ്കടം പറയുന്നത്, മനുഷ്യരുടെ മുമ്പിലല്ല ഈ പരാതികൾ പരിഭവങ്ങളൊക്കെ പറയുന്നത്, മറിച്ച് എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തോട് ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം. ആ ജീവിതങ്ങൾ ധന്യമായിരിക്കും. എന്തുണ്ടെങ്കിലും ദൈവത്തോട് നമ്മൾ ഷെയർ ചെയ്യുക, ദൈവത്തിൽ നിന്ന് ആശ്വാസം പറയുക. സൊല്യൂഷൻ ദൈവത്തിൻ്റെ തന്നെയിലുണ്ട്. ഒന്നിനും സൊല്യൂഷൻ ഒന്നും പറയാൻ പറ്റുകയില്ല. കൗൺസിലേഴ്സ് പോലും ഒരു പരിധിവരെ അവർ നമ്മുടെ ഇങ്ങനെ ഇതൊക്കെ പറയുമെന്നല്ലാതെ ദൈവത്തിന് കൃപ വ്യാപരിച്ചില്ലെങ്കിൽ അവർക്കൊന്നും സാധിക്കാനില്ല. നമുക്ക് ഈ സ്പിരിച്വൽ കൗൺസിലേഴ്സ് ഉണ്ട്, ഭക്തരായ കൗൺസിലിംഗ് ചെയ്തവരുണ്ട്. അപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ അവർക്കൂടെ ദൈവം ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പകർന്ന്. ആത്യന്തികമായിട്ട് ദൈവത്തോടാണ് നമ്മുടെ ബന്ധമുണ്ടായിരിക്കുന്നത്. കാരണം അവനാണ് നമ്മൾ മെനഞ്ഞത് അല്ലേ? ഒരു സാധനം അതിന് കേടുപറ്റിയാൽ അതിൻ്റെ തന്നെ ആ സെൻറ്ററിൽ, അതിൻ്റെ തന്നെ ആ ബ്രാഞ്ചസിൽ കൊണ്ടുപോയി കൊടുക്കുവാണെങ്കിൽ അവർ അത് ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഇത് വെച്ചത് നമുക്കത് ഇത് ചെയ്തു തരുമെന്നാണ് പറയുന്നത്. അല്ലെ, നമ്മളത് കാണുന്നതാണത്.
എവിടെ നിന്നാണോ വാങ്ങിയത്, ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ സർവീസിങ് സെൻറ്റർ അല്ലെങ്കിൽ മറ്റേ അതിനെ തന്നെ സമീപിക്കാനാണ് നല്ലത്. ഇല്ലെങ്കിലും നമ്മളതിനെ അത് ശരിയാക്കുന്ന വ്യക്തിയുടെ അടുക്കൽ കൊണ്ടുപോയാൽ അത് അതിനനുസരിച്ചുള്ളതായ അതിനെ ക്രമീകരിച്ച് തരുന്ന പോലെ, അങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചതാരാണ്? ദൈവമാണ്. സൃഷ്ടിച്ചവൻ്റെ അടുക്കിലേക്ക് നമ്മളെ തന്നെ അർപ്പിക്കണം. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ടുപോയി ഷെയർ ചെയ്യണം. കർത്താവേ, ഇന്നതാണ് എൻ്റെ പ്രശ്നം, ഇന്നതാണ് എൻ്റെ വിഷയം. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു സൊല്യൂഷനുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിനും സൊല്യൂഷൻ ഇല്ലാതിരിക്കുന്നില്ല. ഇവിടെ നമ്മൾ കാണുകയാണ്, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക, ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ദ പ്രസൻസ് ഓഫ് ഗോഡ്. കഷ്ടദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. ദ ഡേയ്സ് ഓഫ് ട്രബിൾ എന്ന് വേണമെങ്കിൽ, ഡേ ഓഫ് മൈ ഡിസ്ട്രസ് എന്ന് വേണമെങ്കിൽ പറയാം. കഷ്ടതയുടെ നാളുകൾ എന്നെ തള്ളിക്കളയരുതേ. നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. നിൻ്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കണമേ. ഇൻക്ലൈൻ യുവർ ഇയർ ടു മീ എന്ന് പറയും. ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ ചെവി ചായ്ച്ച്. എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, പക്ഷേ ദൈവമേ നീ ചെവി ചായ്ച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം അരുളണമേ. ഇവിടെ വഴിയാണ് നമ്മൾ ചിന്തിച്ചത്. ഒരു സഡൻ ആൻസർ, ഒരു പെട്ടെന്നുള്ള ഉത്തരം ഈ സംഗീതക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കാര്യങ്ങൾ എന്താണ്, എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, എല്ലാം ഷെയർ ചെയ്യുകയാണ്. പറയുന്ന കുറേ കാര്യങ്ങൾ എല്ലാം ഈ ഉപമാനങ്ങൾ എന്ന് പറയാം. അതായത് ഉപമയോട് പലതിനോട് ഉപമിക്കുകയാണ്. തൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വിവരിക്കാൻ പല പ്രകൃതിയിലെയും എല്ലാം പല ജീവികളെയും പല വസ്തുക്കളെയൊക്കെ എടുത്തുകൊണ്ട് അതിനോട് ഉപമിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാതെ. എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. പുക ഇപ്പോൾ ഉണ്ട്, പിന്നെ പെട്ടെന്ന് അത് പാറിപ്പോവാണ്. അല്ലെങ്കിൽ ഒരു പുക വന്ന് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല, അത് പെട്ടെന്ന് മാറിപ്പോവാണ്. പുക പോലെ കഴിഞ്ഞു പോകുന്നത് സ്പീഡപ്പായിട്ട്. എൻ്റെ അസ്ഥികളൊക്കെ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അടുപ്പ് കത്തിക്കുന്ന സാഹചര്യത്തിൽ ഫയർ ബർണർ അങ്ങനെ അതിനകത്താണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഗ്യാസ് അടുപ്പിലൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തീക്കൊള്ളി പോലെ, അത് കത്തി തീർന്ന ഒരു തീക്കൊള്ളി അതുപോലെയായിത്തിരിക്കുന്നതാണ് പറഞ്ഞത്. എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു. ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങി. ഈ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അത് വാടും, കുറച്ച് ഇങ്ങനെ ഇതാകും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അത് കിളിർത്ത് വരത്തുള്ളൂ. അത് പുതിയ നാമ്പൊക്കെ ഇട്ട് കിളിർത്ത് വരുന്നത്. ആദ്യം കാണുമ്പോൾ അത് പുല്ലൊക്കെ വെട്ടിക്കഴിയുമ്പോൾ, മുഴുവനായിട്ട് പറിക്കുന്നില്ല, പുല്ല് വെട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫെയ്ഡാകും, കളറൊക്കെ ഫെയ്ഡായത് വാടിപ്പോകും. പിന്നെ അതിൽ നിന്ന് മുളച്ചു വരും, അത് പിന്നെ പൊട്ടിക്കളർത്ത് പുതിയ ഇത് വരണം അതിനകത്ത്. ഇവിടെ അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു പറയുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കുവാൻ മറന്നു പോകുന്നു. പക്ഷേ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്, ദൈവം എങ്ങനെ ഇറങ്ങി വരുന്നത്? ദൈവം അരിഞ്ഞ പുൽപ്പുറത്ത് മാരി പോലെ ഇവൻ ഇറങ്ങി വരുമെന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ സവിശേഷത. ഈ അരിഞ്ഞ പുല്ല് പോലെ ആണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുമ്പോൾ അവിടെ അത് സവിശേഷമായ അനുഗ്രഹം നമുക്ക്. 72-ാം സങ്കീർത്തനത്തിൽ അന്ന് അവിടെ പറയുന്നത്, ശലോമോൻ്റെ സങ്കീർത്തനമാണ്, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും. 6-ാമത്തെ വാക്യം 72:6, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ ഇവൻ ഇറങ്ങി വരട്ടെ. അവിടെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഞ്ഞ് പോലെ. അപ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഈ അരിഞ്ഞ പുല്ല് പോലെ ആണെങ്കിലും അവിടെ പെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയുടെ മഴ അത് നമ്മളെ തളർക്കുവാൻ ഇടയാകും. ഇവിടെ പറയും, ഞാൻ ഭക്ഷണം കഴിക്കുവാൻ മറന്നു പോകുന്നു. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. എല്ലാം തൻ്റെ അവസ്ഥ മുഴുവൻ വെളിപ്പെടുത്തിയത് എൻ്റെ എന്താണെന്നുള്ളത്. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ എന്ന് പറഞ്ഞാൽ, മരുഭൂമിയിലെ വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അത് ഈ വായ് ഇങ്ങനെ തുറന്നിരിക്കുമെന്നാണ് പറയുന്നത്. പ്രകൃതിയിലേക്ക് നോക്കും, മഴ പെയ്യുമ്പോൾ ഈ വായ് തുറന്ന് അങ്ങനെ അത് പാനം ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ശാന്തമായ ജലാശയത്തിൽ ചെന്ന് അതിങ്ങനെ കുടിക്കുകയല്ല, ഇത് എപ്പോഴും ഈ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് വേഴാമ്പൽ എന്ന് പറയും. വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ശൂന്യസ്ഥലത്ത് ഈ മൂങ്ങയെല്ലാം പകൽ സമയങ്ങളിലെല്ലാം ഇങ്ങനെ തനിച്ചിരിക്കും എവിടെയെങ്കിലും ഒരു കാരണം പകലിന് അതിന് കണ്ണ് കാണുകയില്ലല്ലോ, രാത്രിയാണ് അതിൻ്റെ സഞ്ചാരമില്ല. അപ്പോൾ അതങ്ങനെ പോയി തനിച്ചിരിക്കും എവിടെയെങ്കിലും പോയി, പകലിൽ അതിന് സഞ്ചാരമൊന്നുമില്ല. ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോക പ്രതാപത്തിൻ്റെ കാലത്ത് മയിലിനെ പോലെ നൃത്തമാടും, ദുഃഖത്തിൻ്റെ സമയത്ത് ഞാറപക്ഷിയെ പോലെ വിലപിക്കുമെന്ന്, കുറുവാവിനെ പോലെ വിലപിക്കുമെന്ന് പറയുന്നത്. ആനന്ദത്തിൻ്റെ കാലത്ത് മയിലിനെ പോലെ നൃത്തമാടുക, സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ ഇങ്ങനെ മനുഷ്യൻ
ദുഃഖത്തിൻ്റെ നാളുകൾ വരുമ്പോൾ അവൻ വളരെ ഞെരുക്കത്തിലേക്ക് പോകും. എന്നാലും ഇവിടെ തന്നെ സാമ്യപ്പെടുത്തുന്നു, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കമിളച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു എന്ന് പറയുന്നത്. സാധിച്ചപ്പെടുത്ത വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ, അതൊക്കെ തൻ്റെ ജീവിതത്തെ ഓരോന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം എപ്പോഴും കണക്റ്റഡ് ടു ദിസ് വേൾഡ് ബൈ ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപയാൽ നമ്മളെല്ലാം, നമ്മുടെ കണ്ണുകളെല്ലാം എപ്പോഴും എല്ലാം ശ്രദ്ധിച്ചാൽ അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കും. അതാണ് പ്രകൃതി ഒരു നല്ലൊരു ടീച്ചറാണെന്ന് പറയും. ദൈവകൃപയുണ്ടെങ്കിലാണ് ദൈവികമായിട്ട് നമുക്കതിൻ്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാം ദൈവം അത് മനസ്സിലാക്കി തരും, നമ്മൾ ടീച്ച് ചെയ്യും. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഉപമകളെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. എല്ലാ ഉപമകളും നോക്കുക. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പിന്നെ പറയുന്നുണ്ട് വചനം വിത്താണ്, അത് വിതക്കാരൻ്റെ ഉപമ പറയുന്നു. സ്വർഗരാജ്യം എന്ന് പറയുന്നത് വയലിലിടുന്ന കടലിലിടുന്ന വലയോട് സദൃശമാണ്, മീൻ പിടിക്കുന്ന വല. പിന്നെ സ്വർഗരാജ്യം മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. എല്ലാ സദൃശ്യങ്ങൾ കർത്താവ് യേശുക്രിസ്തു ഇത്ര ഉപമകൾ കൂടാതെ അവൻ അവരോടൊന്നും പറഞ്ഞില്ല എന്നൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗം കൊണ്ട് ഞാൻ ഉപമവസ്ഥായിപ്പാൻ എൻ്റെ വായി തുറക്കുമെന്ന്, അതിൻ്റെ ഫുൾഫില്ലിംഗ് ആണ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഇതിനെയൊക്കെ തന്നോട് സാമ്യപ്പെടുത്തി പറയുകയാണ്. എൻ്റെ ശത്രുക്കളുടെ കുറിച്ച് നിന്ദിക്കുന്നു, എന്നോട് ചേർന്നവർ എൻ്റെ പേര് ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു, എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിൻ്റെ കോപവും ക്രോധവും ഹേതുവായി നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. മൈ ഹാർട്ട് ഈസ് സ്റ്റിക്കൻ ആൻഡ് വിത്തേർഡ് ലൈക്ക് ഗ്രാസ്. പുല്ലുപോലെ ഉണങ്ങിപ്പോയ ഹൃദയങ്ങളെ. 9ാമത്തെ വാക്യത്തിൽ ഐ ഈറ്റ് ആഷസ് ലൈക്ക് ബ്രെഡ്. അതെന്ന് പറഞ്ഞാൽ അപ്പം പോലെ ചാരം തിന്നുന്നതാണ് പറയുന്നത്. അപ്പോൾ എല്ലാം തിന്നുന്ന ചാരം അതിനെന്നാണ് പറയുന്നത്. ആൻഡ് മിങ്കിൾ ടിയേഴ്സ് വിത്ത് മൈ ഡ്രിങ്ക്. ഇതൊക്കെ ഭയങ്കരമായ ഒരു അനുഭവം കൂടെ കടന്നു പോകുന്നു. പക്ഷേ അതിൻ്റെ 12ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നീയോ യഹോവേ എന്നേക്കുമുള്ളത്. ഇംഗ്ലീഷിൽ വരുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു വേർഡിംഗ് ആണ്. ബട്ട് യു ഓ ലോർഡ് ആർ എൻത്രോൺഡ് ഫോർ അവർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബട്ട്, ഈ ചില ഒരു ഇതിൽ പറയും ക്രിസ്തീയത്തിൽ ബട്ടില്ല, ബട്ടും ഇഫും ഒന്നും ഇല്ലെന്ന് പറയും. ബട്ടും ഇഫും എന്ന് കാരണം ഇപ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് പോകാൻ ഇഷ്ടമാണ് പക്ഷേ എന്ന് പറയും. അപ്പോൾ പക്ഷികളും സാധിച്ചിരുന്നെങ്കിൽ, ഇഫ് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ പറയരുതെന്ന് പറയും. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് ബട്ട് നന്നായിട്ട് ഉപയോഗിക്കാം. എൻ്റെ സാഹചര്യം ഇതൊക്കെ ആണെങ്കിലും എന്നാൽ ദൈവമേ നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ. ഇനി ദൈവത്തെക്കുറിച്ച് പറയുക, ഞാനിങ്ങനെയൊക്കെയാണ്, പക്ഷേ എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കുക. അതാണ് ഭക്തിയുടെ ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അവനെ നോക്കാൻ എപ്പോഴും ഒരു ദൈവമുണ്ട്, ആശ്രയിക്കാനൊരു ദൈവമുണ്ട്, ചാരുവാനൊരു നല്ലൊരു പാറയുണ്ട്, നല്ലൊരു സഖിയുണ്ട്, നല്ലൊരു മിത്രമുണ്ട്, നല്ലൊരു ഫ്രണ്ടുണ്ട്, നല്ലൊരു ടീച്ചറുണ്ട്, നല്ലൊരു ഗുഡ് ഫിസിഷ്യനുണ്ട്, നല്ലൊരു എല്ലാറ്റിനും പോകുന്ന ഒരു നല്ല കൗൺസിലറുണ്ട്. എല്ലാം ദൈവത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. എവറിത്തിങ് വി ക്യാൻ, നമുക്കത് ദൈവത്തിൽ കണ്ടെത്താനായിട്ട് പറ്റും. നമ്മൾ ചിന്തിക്കുക, ആ നല്ല ദൈവത്തെ നമ്മുടെ ഹൃദയം പകരാൻ കൊള്ളാകുന്ന ഒരു ദൈവം. ഹന്നായാണ് ഏറ്റവും മനോഹരമായി പ്രാർത്ഥിക്കുന്ന ഡെഫിനിഷൻ കൊടുത്തത്. അല്ല, യജമാനെ ഞാൻ എൻ്റെ ഹൃദയം അവൻ്റെ സന്നിധി പകരുവാണെന്നാണ് പറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ച്. അത് ഏറ്റവും മനോഹരമായ ഡിസിഷൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹൃദയം പകരുന്നത്. ദാറ്റ് ഈസ് എ പ്രെയർ. നമുക്ക് ദൈവത്തിന് ഹൃദയം പകരുന്ന ഒരു ഇൻറ്റിമസിയിലേക്ക് എല്ലാം കേൾക്കുന്ന ദൈവം കേട്ടു എന്നുള്ള തെളിവാണ്. നമുക്ക് അപ്പോൾ തന്നെ ആ ബർഡനൊക്കെ മാറിപ്പോകും. ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കും. നമ്മളെ തന്നെ അത് അനുഭവിക്കാൻ പറ്റും. ആരും പറഞ്ഞിട്ടില്ല, നമ്മളെ തന്നെ അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. സ്നേഹം നിറഞ്ഞ ദൈവമേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഇത്രമാത്രം ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ ഉടയവൻ, ഞങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടാവാൻ ദൈവമേ, എന്തു വന്നാലും നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം നിൻ്റെ സന്നിധി പകരുമ്പോൾ നീ ഉത്തരം തരാൻ കഴിയുന്ന ദൈവമാണ്. നീ സർവശക്തനാണ്, ഞങ്ങളെ മെനഞ്ഞവനാണ്. അപ്പം ഞങ്ങളെ ശുഭകരമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ, ഇപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ, ആമേൻ. ദൈവം തന്ന സ്നേഹം എൻ ജീവിതമാകെ മാറ്റി. കാൽവരി ക്രൂശിലെ സ്നേഹം, സ്വന്തം പുത്രനെ നൽകിയ സ്നേഹം, ആ സ്നേഹം തന്നൊരു മോചനം, സ്വന്തം ജീവൻ നൽകിയ യേശുവേ. ജീവിപ്പിക്കുന്നതും ജീവനേകുന്നതും സമൃദ്ധമാം ജീവനും നീയല്ലോ, സമൃദ്ധമാം ജീവനും നീയല്ലോ.